എനിക്ക് തോന്നുന്നൊരു കാര്യം, മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് കൃത്യമായി അറ്റൻഷൻ കൊടുക്കാൻ ഇന്ന് സമയമില്ല, അല്ലേ? ഇപ്പോൾ ഞാൻ ഒരിക്കലും കുട്ടികളെ 18 വയസ്സ് താഴെ വരുന്ന കുട്ടികൾ നമ്മൾ പറയില്ലേ, നമ്മുടെ രാജ്യം പറഞ്ഞേക്കുന്ന കുട്ടികൾ, ജുവനൈൽസ്, അവരിലോട്ട് ഒരു രീതിയിലുള്ള കുറ്റവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും അവർ ബ്ലെയിം ചെയ്യപ്പെടേണ്ടതല്ല. അവർ എന്തിൻ്റെ റിഫ്ലക്ഷനാണെന്നറിയോ? അവരുടെ ചുറ്റുമുള്ള ഫസ്റ്റ് സർക്കിളായ അവരുടെ പാരൻസ്, പിന്നെ അവരുടെ കസിൻസ് അല്ലെങ്കിൽ അങ്കിൾസ്, റിലേറ്റീവ്സ്, പിന്നെ അവരുടെ സുഹൃത്തുക്കൾ, ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻസാണ്. എന്തെങ്കിലും രീതിയിലുള്ളൊരു ബാഡ് വൈബ് കിട്ടിയാലോ റോങ് ഗൈഡൻസ് കിട്ടിയാലോ അത് അവരിൽ പതിയും, അവർ അബ്സോർബ് ചെയ്യും. അപ്പോൾ അവരെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി മാറും. അത് ഓരോ വീട്ടിൽ നിന്നും തുടങ്ങണം. ഞാനൊരു ഗ്രേറ്റ് പാരൻ്റാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഞാൻ പഠിക്കുകയാണ്. കാര്യം അവിടുന്ന് ഒരുപാട് ട്രോമ അനുഭവിക്കുന്ന ഒരു ചൈൽഡ്ഹുഡ് നിറഞ്ഞൊരു കാലഘട്ടമാണെന്ന്. ഇപ്പോൾ എനിക്ക് 40 വയസ്സായി, 1985 ജനിച്ചാണ്. എനിക്ക് 2000 എൻ്റെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു. അന്നുണ്ടായിരുന്ന ട്രോമയെക്കാളും എത്രയോ ഇരട്ടിയാണ് ഇന്നത്തെ കുട്ടികളുടെ ട്രോമാസ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. ആ ട്രോമാസ് അഡ്രസ്സ് ചെയ്യപ്പെടാതെ വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കാനോ മുത്തശ്ശനോ സംസാരിക്കാനോ ഇല്ലാത്ത കുട്ടികൾ നാച്ചുറലി ഇങ്ങനത്തെ ഉള്ള ഒരു അഭയങ്ങൾ കിട്ടുമ്പോൾ അവർക്കറിയില്ല. മനസ്സിലായോ? ഇങ്ങനത്തെ ലഹരികൾ, അതിപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന സോ കോൾഡ് ഡ്രഗ്സ് എന്നുള്ളതിനെ മാറ്റി നിർത്തി മദ്യം, സിഗരറ്റ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിഗരറ്റ് വലിച്ച ആളാണ്, അറിയോ? അപ്പോൾ അതെന്തുകൊണ്ട് എനിക്ക് പറ്റി? കടയിൽ ചെന്നാൽ കാശ് കൊടുത്താൽ സിഗരറ്റ് കിട്ടും, അല്ലേ? ഇന്ത്യയിലെ ലീഗലാണ്. അപ്പോൾ എനിക്കറിയോ 4ാം ക്ലാസ്സിൽ സിഗരറ്റ് വെച്ചാൽ ചീത്തയാണെന്ന്? ഇല്ല. മാഗസിൻ്റെ പുറത്തെ പരസ്യമായിരുന്നു എൻ്റെ ഇതിലോട്ടുള്ള അറ്റൻഷൻ. ഇപ്പോൾ പരസ്യങ്ങൾ പാടില്ല. 94 പരസ്യം പറ്റും, നാച്ചുറലി കുട്ടികൾക്ക് അറിയുമോ? അപ്പോൾ അവരെ അത് പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പം ഇതിനൊരു ജെനുവിൻ ക്ലോഷറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് ഞാൻ ആളല്ല, എനിക്ക് അതിനുള്ള അധികാരമില്ല, അതിനുള്ള വിവരമില്ല. മേ ബി കുറച്ചും കൂടി അതിനെക്കുറിച്ച് സെൻസിബിളായിട്ടുള്ള ഒരു ബോർഡ് ഓഫ് ഗ്രൂപ്പ് വന്നിട്ട് എങ്ങനെയാണ് ഇതിനെ ഒരു റിവൈവൽ ആവശ്യമുണ്ടെന്ന് ഡിസ്കസ് ചെയ്യാം.